നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഉണക്കലരി കൊണ്ട് എങ്ങനെ വെള്ള നിവേദ്യം ഉണ്ടാക്കാമെന്നാണ് ക്ഷേത്രങ്ങളിലൊക്കെ നിവേദിക്കുന്നത്. ഇവിടെ പച്ചരി കൊണ്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണിച്ചിരുന്നു ഉണ്ടാക്കുന്നത്. അതുപോലെ ഉണക്കലരി കൊണ്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഒരു ഉരുളിയിൽ 250 ഗ്രാം ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് നമുക്ക് വേവിക്കാം. അതിലും നമ്മൾ ഉണക്കലരി കഴുകി നമ്മൾ വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വേവട്ടെ. എന്തായാലും നമ്മുടെ ഈ വെള്ളനേദ്യം, അതായത് ഉണക്കലരി കൊണ്ടുള്ള വെള്ളനേദ്യത്തിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒരു ഉരുളിയിലേക്ക് എടുത്ത് പടയ്ക്കാൻ നമുക്ക് എന്തായാലും നമ്മുടെ വെള്ളനിവേദ്യം ഇവിടെ ഉരുളിയിൽ പടച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഉണക്കലരിയുടെ ഒരു വെള്ളനിവേദ്യമാണിത്. ഇത് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ നേദിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുക. എന്തായാലും ഇത് നമ്മൾ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ നേദിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് തൈരും അതുപോലെ തന്നെ നമ്മുടെ കാന്താരി മുളകൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയുള്ള നല്ല വിഭവങ്ങളൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. ഇനി ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നല്ലൊരു വിഭവമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.